ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത് സഹോദരി വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുമ്പോഴല്ല. നിങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിയുമ്പോഴല്ല. നമ്മൾ ഓരോരുത്തർക്കും സമാധാനമുണ്ടാകുന്നത് കയ്യിൽ കാശുകൾ വന്നു ചേരുമ്പോഴല്ല. പിന്നെയോ അലാ, അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയണം, വിശ്വാസികൾക്കറിയണം. അലാ, അറിയണം, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്, മനസ്സ് ശാന്തമാകുന്നത്, പ്രഷറും ഷുഗറും ഒക്കെ നോർമലാകും. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ മനസ്സമാധാനമുണ്ട്, ടെൻഷനില്ലല്ലോ. അലാ ബിദിക്രില്ലാഹ്, പ്രായമായ രണ്ട് കൺപോളകളും കണ്ണുകളിലേക്ക് ചാന്നിറങ്ങിയ പ്രായമായ 90 കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹബീബിനോട് വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് പ്രായമായ മനുഷ്യനാണ് ഞാൻ നബിയേ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല. എനിക്ക് പശ്ചാത്താപമുണ്ടോ? എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? ഹബീബായ നബി തങ്ങളോട് സമാധാനം വാങ്ങിക്കാൻ വന്ന പ്രായമായി മനുഷ്യൻ നബി തങ്ങളോടൊരു കാര്യം പറഞ്ഞു, നബിയേ, ഖദ് കസുറത് അലയ്യ ശആഇറുൽ ഇസ്ലാം, ഇസ്ലാമിലെ നിയമങ്ങൾ ഒരുപാടുണ്ട് നബിയേ, എനിക്ക് എല്ലാം കൊണ്ടു നടക്കാൻ കഴിയില്ല. ഫദുല്ലനി അലാ അമലിൻ അതശബ്ബതു ബിഹി ഹത്താ അൽഖല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരേക്കും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതുവരേക്കും കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ. ഒന്ന്, എന്നെ കൊണ്ട് ഒരുപാട് പറഞ്ഞു തരരുത്. ഒരുപാട് സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ഇതൊന്നും എന്നെ കൊണ്ട് ഇനി കഴിയില്ല. പ്രായമായി നബിയെ, പ്രായമായി, ഒരു കാര്യം പറഞ്ഞു തരൂ, ഒന്ന്, ഞാനത് കൊണ്ടു നടക്കാം. ആ മനുഷ്യനോടാണ് ഹബീബ നബി പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. പ്രായമായില്ലേ, ഇനി അനാവശ്യ ചർച്ചകളൊക്കെ മാറ്റിവെക്കണം, അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കണം. രക്ഷിതാവായ റബ്ബിനെ കാണാൻ നേരമായി, ശരീരത്തിൽ നരബാധിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകാനായി എന്ന മരണം വരുന്നുണ്ട് എന്ന താക്കീതുകാരനാണ് നര എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആ നദീറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരുങ്ങേണ്ട സമയം അതിനു മുമ്പേ ഒരുങ്ങണം. പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും ഒരുങ്ങണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നത്, കിടക്കുന്ന രോഗിക്ക് പോലും ചെയ്യാൻ കഴിയുന്നത്, നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ജീവിതത്തിൽ ദിക്ർ എന്താണെന്ന് അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂൻ സുഖാസ്വാദനങ്ങളല്ലാതെ, ആസ്വാദനവും കറക്കവുമല്ലാതെ മറ്റൊന്നും അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല ജീവിതത്തിൽ. ഖുർആൻ അത്തരക്കാരെ കുറിച്ചാ പറഞ്ഞത്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്നെ ഓർക്കാതെ നടക്കുന്നവരെ, അവര് ലോകം മുഴുവൻ കറങ്ങിയവരായിരിക്കും. സ്റ്റേറ്റ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവര്, പോയി കഴിഞ്ഞവര്, കാനഡയും ബ്രസീലും സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കണ്ടു. പിന്നെ ലോകത്തിന് എന്താ ബാക്കിയുള്ളത്? കറങ്ങേണ്ടതെല്ലാം കറങ്ങി. ലഭ്യമായ കള്ളുകളും വ്യത്യസ്തമായ മദ്യങ്ങളും രുചിച്ചു. വ്യത്യസ്ത നാട്ടുകാരായ അഭിസാരികകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സമാധാനം കിട്ടുമോ അവർക്ക്? എവിടെന്ന് കിട്ടാനാണ്? ശരീരം പിന്നെയും ദാഹിക്കുകയാണ്. ഒരിക്കലും ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല. അത് തിന്മയുടെ ഒരു പ്രത്യേകതയാണ്. തിന്മ ചെയ്യുന്ന ഒരാളുടെ ശരീരം ഒരിക്കലും ദാഹം തീരുന്നില്ല, അത് വീണ്ടും ദാഹിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പു തിന്നുന്നവനെ പോലെ. ഒരു വ്യഭിചാരം കഴിഞ്ഞാൽ അടുത്തത് വേണം, അവള് മാറി വേറൊരാള് വേണം, അവള് കഴിഞ്ഞാൽ വേറൊരുത്തി വേണം. ഇങ്ങനെ നിരന്തരമായ ആർത്തി പൂളുന്ന ശരീരമാണ് മനുഷ്യ ശരീരം. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. വിശുദ്ധ ഖുർആൻ ഈ ശരീരത്തെ സംസ്കരിച്ചെടുക്കേണ്ടവരാണ് നമ്മള്.
ഖുർആൻ പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി, എന്റെ സ്മരണയിൽ നിന്ന് തെന്നിമാറി ജീവിക്കുന്നവർ, ആ ആളുകൾക്ക് ഫഇന്ന ലഹു മഈശതൻ ദൻകാ, ഏറ്റവും സങ്കുചിതമായ ജീവിതമാണ് അവർക്കുള്ളത്. അവർ കൊട്ടാരം പണിതിരിക്കാം, അവർക്ക് വീടിന്റെ മുമ്പിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നുണ്ടാകാം, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ദിക്റില്ല. ആ വീട്ടിൽ യാസീൻ ഓതപ്പെടാറില്ല. മഗ്രിബ് കഴിഞ്ഞാൽ അവിടെ ഖിറാഅത്തുൽ ഖുർആൻ നടക്കുന്നില്ല, അവിടെ അല്ലാഹുവിന്റെ സ്മരണ നടക്കുന്നില്ല, മക്കൾക്ക് ദീൻ പഠനം സാധ്യമാകുന്നില്ല. ഭൗതികമായ എല്ലാം അവിടെയുണ്ട്. ഇത്തരം ആളുകൾക്ക് മഈശതൻ ദൻകാ, എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ വിശാലതയുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇഞ്ചുകളോളം ചുരുങ്ങിയതാണ്. മനസ്സ് ഇടുങ്ങിപ്പോകുമെന്ന് ഖുർആൻ. അല്ലാഹുവിനെ ഓർക്കാത്തവരുടെ മനസ്സ് ഇടുങ്ങിയിരിക്കുകയാണ്. അവർ ചിരിക്കുന്നുണ്ട്, പക്ഷേ സന്തുഷ്ടരല്ല. അവർ ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട്, പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല. അതിവിടെയാണ് കിട്ടുന്നത്. നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ രണ്ട് ചുണ്ടുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോടുള്ള സ്വലാത്ത്, അല്ലാഹുവിന്റെ ദിക്ർ, ആ നാവിൻ തുമ്പത്ത് കിട്ടുന്ന സാധനം അന്വേഷിച്ചുകൊണ്ടാണ് മദ്യഷാപ്പുകളിൽ കയറിയിറങ്ങുന്നത്. അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് വ്യഭിചാരങ്ങൾ ചെന്നുപെടുന്നത്. അതന്വേഷിച്ചോടുമ്പോഴാണ് റോക്ക് മ്യൂസിക്കുകൾക്ക് അടിമകളായി മാറുന്നത്. ആ സമാധാനം അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യന്റെ കൈകളിൽ ഗാഡ്ജറ്റുകളുടെ സ്ക്രീനുകളിൽ ആഭാസം കാണുന്ന അഡിക്ഷൻ മനുഷ്യന് വന്നു പോകുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ പകരം അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അല്ലാഹു നൽകുന്നുണ്ട്. ഇത് അനുഭവിച്ചറിയേണ്ട വിഷയമല്ലയോ? അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ടൈഗ്രീസിലേക്ക് നോക്കുകയാണ്. ഒരുപാട് ആളുകൾ തോണി കടന്ന് സൂഖിലേക്ക് നടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ശ്രദ്ധിച്ചു. ആ മനുഷ്യനെ നാളുകളായി അലി ഇബ്നുൽ മഅ്മൂൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ആളുകളുടെ ഭാരം ചുമന്ന് നടക്കുന്ന ഒരു ഹമ്മാലായ ഒരു മനുഷ്യൻ, ജനങ്ങളുടെ ചുമട് ചുമക്കുന്ന ഒരാൾ. ടൈഗ്രീസ് നദിയിൽ തോണിയിൽ വരുന്ന ചാക്കുകൾ തോളിലെടുത്ത് അദ്ദേഹം സൂഖിലേക്ക് നടന്നു വരുന്നു. ആ സാധാരണക്കാരന്റെ മുഖത്തൊരു വെളിച്ചം കണ്ടു, നല്ലൊരു പ്രകാശം, എന്തെന്നില്ലാത്തൊരു പ്രഭ. ആ മനുഷ്യനെ ശരിക്കും മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ, ഇനി അദ്ദേഹം ജീവിതം മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ മഹാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതം ഇനി മാറാൻ പോകുന്നു. ടൈഗ്രീസിന്റെ നദീതീരത്ത് നിന്ന് ചുമട് പിടിച്ച് ചുമടെടുത്ത് പ്രസന്നനായ മുഖവുമായി വരുന്ന ഒരു മധ്യവയസ്കനായ മനുഷ്യന്റെ മുഖത്തെ പ്രഭ കണ്ടപ്പോൾ അലി ഇബ്നുൽ മഅ്മൂൻ ചിന്തിച്ചു, എനിക്ക് ഈ സുഖലോലുപതയിൽ ലഭ്യമാവാത്തതെന്തോ ഒരു നിധി ഈ മനുഷ്യന് ലഭിച്ചിട്ടുണ്ടല്ലോ. ദുഹാ നിസ്കാരത്തിന്റെ നേരമാകുമ്പോൾ അദ്ദേഹം ചാക്കുകൾ താഴെ വെച്ച് അദ്ദേഹം ദിജ്ലായിലേക്ക് ടൈഗ്രീസിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഉളു എടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം മുസല്ല വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബുൽ അർളി വസ്സമാവാത്ത്, ആകാശലോകങ്ങളുടെ രക്ഷിതാവിനോട് എന്തൊക്കെയോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ഖുബ്സ് എടുത്ത് ഒരു ഖുബ്സ് വാങ്ങിക്കാനുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഉച്ചനേരം വരെ അദ്ദേഹം ആളുകളുടെ ചുമടുകൾ ചുമന്നു കൊണ്ടുപോകും. അങ്ങാടിയിൽ വരും, ദിജ്ലയിലേക്ക് ചെല്ലും, തിരിച്ചു വരും, തിരിച്ചു പോകും. ഉച്ചനേരം ശ്രദ്ധിച്ചു അലി ഇബ്നുൽ മഅ്മൂൻ. തിരക്കുകൾക്കിടയിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനാണ് അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഹിദായത്തിന് കാരണമാകുന്നത്. 1 ദിർഹത്തിന് അദ്ദേഹം ഒരു റൊട്ടി വാങ്ങിക്കുന്നു. ആ റൊട്ടിയും കൊണ്ട് അദ്ദേഹം ദിജ്ലയിലേക്ക് നടന്നു പോകുന്നത് കാണുന്നു. ദിജ്ലായുടെ ടൈഗ്രീസിന്റെ കരയിൽ നിന്ന് ആ വെള്ളത്തിൽ റൊട്ടി മുക്കിയതിനെ മയപ്പെടുത്തി ദിജ്ലയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും ഈ നനഞ്ഞ റൊട്ടി കടിച്ചു തിന്നുകയും ചെയ്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം ഒരൽപ്പം ഉറങ്ങുന്നു. നല്ല ഒരു ഉറക്കം. 1 മണിക്കൂർ നേരത്തെ ഉറക്കം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ജോലിക്ക് പോകുന്നു. ജോലി ചുമട് പിടിക്കലാണ്, ആളുകളുടെ ഭാരം ചുമക്കലാണ്. അധ്വാനമാണ്, അധ്വാനമാണ്, നോക്കുകൂലിയല്ല, പണിയെടുക്കാൻ. തോളിൽ ചാക്ക് വെച്ച് കെട്ടിയിട്ട് നടന്ന് അധ്വാനിക്കുകയാണ്. ആ അധ്വാനം കഴിഞ്ഞ് മഗ്രിബാകുമ്പോൾ ഒരു റൊട്ടിയും വാങ്ങിച്ചിട്ട് അദ്ദേഹം ദിജ്ലയും കടന്ന് അക്കരെ കടന്നു പോകുന്ന കാഴ്ച കണ്ടു അലി ഇബ്നുൽ മഅ്മൂൻ. നാളുകളായി ഇത് കാണാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യന്റെ ദിനചര്യ ഒരേപോലെ.
അലി ഇബ്നുൽ മഅ്മൂന് കൗതുകമായി, ആ മനുഷ്യനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിലെ തന്റെ സൈന്യത്തിലെ ഒരുപാട് ആളുകളെ പറഞ്ഞയച്ചു. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ആ വരാന്തയിൽ നിന്ന് പിറ്റേന്ന് വന്ന ആ മനുഷ്യൻ ദിവസങ്ങളായി അയാൾ ഇദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണ്. കാണിച്ചു കൊടുത്തു, കണ്ടോ അയാൾ, ആ മനുഷ്യനെ നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് കൊണ്ടുവരണം. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഉത്തരവ് നടക്കുന്നു. ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ അറിയില്ല, ആ മധ്യവയസ്കനായ സാധാരണക്കാരൻ അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂനിനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. കേട്ടിട്ടുണ്ട് മഅ്മൂനിന് ഒരു മകനുണ്ട്, ആ മകനാണ് ഇനി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ആ മകനെ കണ്ടിട്ടില്ല ഒരു സാധാരണക്കാരൻ. കൊട്ടാരത്തിലേക്ക് എങ്ങനെ വരാനാണ്? ആ മനുഷ്യനെ ചെന്ന് വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാലി വലിജുനൂദി ബനിൽ അബ്ബാസ്, അബ്ബാസികളായ ഭരണാധികാരികൾക്കും എനിക്കും എന്ത് വേണം? ഞാനൊരു കൂലിപ്പണിക്കാരനായ സാധാരണക്കാരനല്ലേ? ഈ കൊട്ടാരത്തിലുള്ള ആളുകൾ എന്നെന്തിനു വിളിക്കണം? ഞാൻ എന്തിനു പോകണം? എന്നെ എന്തിനു വിളിക്കണം? അവര് പറഞ്ഞു, രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കാരണം അന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളുണ്ട്. പടച്ചവനെ, എന്നെ ദ്രോഹിക്കാനാകുമോ ഇയാൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരന്റെയും മുഅ്മിനായ ഏതൊരാളിന്റെയും ഏറ്റവും വലിയ ആയുധം ഈ ദിക്റാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നമ്മളോട് അന്യായം ചെയ്യുന്ന, ദുൽമ് ചെയ്യുന്ന ഏതൊരാൾക്കെതിരെയും ഹസ്ബുനല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കുതന്ത്രങ്ങൾ തകർന്നടിയാൻ ഈ ദിക്റിന് സാധിക്കും. അത് അല്ലാഹുവിന്റെ വലിയൊരു ഫദ്ലാണ്. ഇത് സത്യവിശ്വാസികളുടെ ആയുധമാണ് ഈ ദിക്ർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നമ്മൾക്കെതിരെ ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ആരെല്ലാം എന്തെല്ലാം ഏതെല്ലാം കുതന്ത്രങ്ങൾ നമുക്കെതിരെ പ്രയോഗിച്ചാലും ഹസ്ബുനല്ലാഹു കൊണ്ട് തടുക്കാൻ കഴിയും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഈ ഉമ്മത്തിലെ സ്വഹാബികളുടെ കാലശേഷം താബിഈങ്ങളിൽ ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞ പോലെ തീയിലേക്ക് എറിയപ്പെട്ട് എന്നാൽ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അല്ലാഹു കൂനി യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയിനോട് തണുപ്പായി മാറാൻ പറഞ്ഞ പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് താബിഈയായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനുഭാവനെ യമനിൽ നിന്ന് സൻആയിൽ വെച്ച് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ തീയിലേക്ക് എറിഞ്ഞപ്പോഴും മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരു രോമത്തിന് പോറലേൽക്കാതെ ഒന്നുമേൽക്കാതെ അസ്വദുൽ അനസിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട താബിഈയായ പണ്ഡിതനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവൻ മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫുഇല ബിഹി മാ ഫുഇല ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിക്കുകയും തീയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത അല്ലാഹുവിന്റെ അത്ഭുതം കാണാൻ ഈ ഉമ്മത്തിന് ഭാഗ്യം തന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ നമുക്ക് തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരും ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
ആരാരുമില്ലാതെ മരുഭൂമിയിൽ ബനിൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ അസ്സുദ്ദീഖ ബിൻതുസ് സുദ്ദീഖ് ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മഹദിയായവർ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയപ്പോ മാല തെരഞ്ഞു നോക്കുന്ന നേരം കൊണ്ട് യാത്രാസംഘം യാത്രയായപ്പോ ആ ഒറ്റക്ക് മരുഭൂമിയിൽ ഒറ്റക്കൊരു പാറക്കല്ലിലിരിക്കുമ്പോ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് പെറുക്കിയെടുക്കാൻ നബി തങ്ങൾ നിയമിച്ച സ്വഹാബി സൈന്യത്തിന്റെ പിന്നാലെ വരുമ്പോ നേരം വെളുക്കാൻ നേരമാകുമ്പോ സുബ്ഹി വാങ്കിന്റെ നേരമാകുന്നതിന് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒറ്റക്കിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെടുകയോ എന്ന വേദനയോടെ ഇസ്തിർജാ ചൊല്ലി സഫ്വാൻ ഇബ്നു മുഅത്തിൽ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി ഒട്ടകം താഴ്ത്തി കൊടുത്തു. അവരൊന്നും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു അന്യ പുരുഷന്റെ കൂടെ മരുഭൂമിയിൽ നിന്ന് വഴി കാണാൻ വേണ്ടി ഒരു പുരുഷൻ എന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിക്കുകയും ഒട്ടകപ്പുറത്ത് ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യുകയും ചെയ്യേണ്ട ആ അവസരം വന്നപ്പോൾ മാദാ ഖുൽതി യാ ഉമ്മാ, ഞങ്ങളുടെ ഉമ്മ നിങ്ങൾ എന്താണ് ചൊല്ലിയത് എന്ന് അസ്മാ ബീവിയുടെ മക്കൾ, ജ്യേഷ്ഠത്തിയുടെ മക്കൾ വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ടുണ്ട്. മഹദി പറഞ്ഞു, ഞാൻ ചൊല്ലിയത് ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ആ അല്ലാഹുവിനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ ദിക്റിന്റെ ബലത്തിലാണ് സാധുവായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ യാത്ര മദീനയിലേക്ക് കടന്നു വരുന്നത്. അതിൽ പിന്നെയാണ് അള്ളാഹു ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് വിശുദ്ധ ഖുർആനിലെ 11ഓളം ആയത്തുകളിലൂടെ ആ മഹദി സുരക്ഷയാണ്, ആ മഹദി ഏറ്റവും പതിവ്രതയുള്ള ചാരിത്രമുള്ള ശുദ്ധിയുള്ളവരാണ് എന്ന് ഖിയാമത്ത് നാൾ വരെ മനുഷ്യർ ഓതുന്ന വിധത്തിൽ ആയത്തുകൾ ഖുർആനിൽ ഇറക്കി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അള്ളാന്റെ സംരക്ഷണം വരാൻ ആ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീലിന് കാരണമായിട്ടുണ്ട്. മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ തങ്ങളുടെ മുമ്പിലേക്ക് അന്ന് അലി ഇബ്നുൽ മഅ്മൂൻ നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ജീവിതത്തിന്റെ സർവ്വ ആഡംബരങ്ങളും അനുഭവിക്കണമെന്ന് കൊതിയൂരി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് റബ്ബേ എന്നെ വിളിപ്പിക്കുമ്പോ പടച്ചവനെ അയാൾ എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് സാധുവായ ടൈഗ്രീസിന്റെ ഓളങ്ങളിൽ ഹമ്മാലി പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരൻ മുഖവെളിച്ചമുണ്ടായിരുന്ന ആ സാധു മനുഷ്യൻ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു. അമീർ ചോദിക്കുന്നു, അവിടുത്തെ അമീർ ക്രൗൺ പ്രിൻസ് അമീർ ചോദിച്ചു, അലാ തഅരിഫുനി, ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയില്ലയോ? അയാളുടെ മറുപടി, നിങ്ങളെ കണ്ടെങ്കിലല്ലേ എനിക്കറിയൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. മാ റഅയ്തുക ഹത്താ അഅരിഫക, നിങ്ങളെ കണ്ടാലല്ലേ അറിയൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അന ഇബ്നുൽ ഖലീഫ, ഞാൻ ഖലീഫ മഅ്മൂനിന്റെ മകനാണ്. അമീനിനെ കൊലപ്പെടുത്തി അധികാരം ഏറ്റെടുത്ത മഅ്മൂൻ, ആ മഅ്മൂനിന്റെ മകനാണ്. അലി ഇബ്നുൽ മഅ്മൂൻ എന്ന ഖലീഫയുടെ മകനാണ് ഞാൻ, ക്രൗൺ പ്രിൻസ് ആണ് ഞാൻ. അപ്പൊ ഇയാൾ പറഞ്ഞു, യഖൂലൂന ദാലിക്, ആ ആളുകൾ പറയുന്നുണ്ട് ഖലീഫക്കൊരു മകനുണ്ടെന്നും ആ മകനാണ് ഇനിയുള്ള അമീറെന്നും പറയുന്നുണ്ട്, അത് നിങ്ങളാണല്ലേ? ഈ സാധാരണക്കാരനോടൊരു സംഭാഷണം നടക്കുന്നു, നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? പറഞ്ഞു, അഅ്മലു മഅ ഇബാദില്ലാഹി ഫീ ബിലാദില്ലാഹ്, അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ അടിമകളോടൊപ്പം ഞാൻ പണിയെടുക്കുന്നുണ്ട്, അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോ അലി ഇബ്നുൽ മഅ്മൂൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നാളുകളായി ഞാൻ നിങ്ങളെ വീക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ മുഖത്ത് ഞാൻ മറ്റെവിടെയും കാണാത്തൊരു മുഖവെളിച്ചം കാണുന്നുണ്ട്, ഒരു പ്രഭ കാണുന്നുണ്ട്. അത് ഈമാനിന്റെ പ്രഭയാണ്. മുഅ്മിനീങ്ങൾക്കത് കാണാൻ കഴിയും. മഹാനായ ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ തങ്ങൾ എന്ന കൊച്ചുകുട്ടിയായിരുന്ന ഇമാം ശാഫിഈ തങ്ങളോട് മദീനയിൽ വന്ന് ഇമാം മാലിക് തങ്ങളുടെ അടുത്ത് വന്ന് ഹദീസ് പഠിക്കാൻ വന്നപ്പോ മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ ഗുലാം, അല്ലയോ കൊച്ചുമോനെ,
ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ ഫലാ തുത്ഫിഹാ ബിദുൽമത്തിൽ മഅസിയ. മോനെ, നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട്. ആ പ്രകാശം പാപക്കറകളാൽ നിങ്ങൾ കരിച്ചു കളയരുതേ. തെറ്റു ചെയ്യാതെ ജീവിക്കുന്നവരുടെ മുഖത്തൊരു പ്രകാശം കാണും. തിന്മകൾക്ക് അടിമകളായ ആളുകള്, തെറ്റുകൾ നിരന്തരം കാണുന്നവര്, തിന്മകൾക്ക് വേണ്ടി അഡിക്റ്റുകളായി മാറിയവര്, അവരെന്തെല്ലാം മേക്കപ്പ് ചെയ്താലും മുഖത്തൊരു കറുപ്പ് പ്രകടമാകും. അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളുടെ ഫിറാസത്തിന്റെ വെളിച്ചത്തിൽ അവർക്കത് മുഖത്ത് നോക്കി വായിക്കാൻ കഴിയും, മുഖത്ത് നോക്കി വായിക്കാൻ കഴിയും. അങ്ങനെ വായിച്ചതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ മദീന പള്ളിയുടെ ജുമുഅ ഖുതുബ നടക്കുമ്പോൾ പള്ളിയിലേക്ക് അവസാനം കടന്നു വന്ന ഒരു സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയില്ലേ, അയദ്ഖുലു അഹദുനാ അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അഥറു സിനാ. വ്യഭിചാരത്തിന്റെ അടയാളവും കണ്ണിൽ വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങൾ കയറിയിരിക്കുകയാണോ? ആ സ്വഹാബി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു. മഹാനവറുകൾ ചോദിച്ചു, അവഹയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിന് ശേഷം ഇവിടെ വഹയി വരുന്നുണ്ടോ? മദീനയുടെ തെരുവുകളിലൂടെ ജുമുഅക്ക് വേണ്ടി ഞാൻ നടന്നു വരുമ്പോ എന്റെ മുന്നിലൂടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ട്. ഒരു കാറ്റടിച്ചപ്പോ ശരീര സൗന്ദര്യമുള്ള നല്ല നിറമുള്ള ഒരു പെണ്ണ്, അവിടെ കാലിലെ വസ്ത്രമുയരുകയും കാലിലെ പാദസരം എന്റെ കണ്ണിൽ പെടുകയും ഞാൻ അതൊന്ന് നോക്കി ആസ്വദിക്കുകയും ചെയ്ത് എനിക്ക് ജുമുഅക്ക് വരുന്ന ഓട്ടത്തിനിടയിൽ ഓർമ്മ വന്നില്ല ഒരു അസ്തഗ്ഫിറുല്ലാഹും ഇസ്തിഗ്ഫാറും പറഞ്ഞു വരാൻ. ആ കണ്ട കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത തെറ്റാണ്. ആ തെരുവിൽ നടന്ന സംഭവം മദീനയിലെ മിമ്പറിൽ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഖലീഫ റസൂലുള്ളാഹി തങ്ങളുടെ പുതിയാപ്പിള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലദീ തസ്തഹി മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ഖൽബിന്റെ വെളിച്ചത്തിലൂടെ ആ മനുഷ്യൻ ദൂരെ കയറി വന്നിരുന്നപ്പോഴേ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളവുമായി നിങ്ങൾ കയറിയിരിക്കുകയാണോ? അവഹയുൻ ബഅദ റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ട് എത്ര വർഷങ്ങളായി? ഇപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങാടിയിൽ നടക്കുന്നത് നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന പോലെ, ലോകത്തെവിടെയെങ്കിലും നടക്കുന്നത് ഹബീബിന് വഹി കിട്ടുമായിരുന്നത് പോലെ, ഉസ്മാനെ നിങ്ങൾക്ക് വഹയുണ്ടോ എന്ന് ആ സ്വഹാബി ചോദിച്ചു പോയി. അതിന് മറുപടി പറഞ്ഞു ഉസ്മാൻ തങ്ങൾ, ലാ, ഇത് വഹയല്ല, ജിബ്രീൽ തങ്ങൾ പറഞ്ഞു തരുന്നതല്ല. ഇന്നഹാ ഫിറാസ, ഇത് മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയലാണ്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. മുഅ്മിനായ മനുഷ്യൻ നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശത്തിലൂടെയാണ്. അതുകൊണ്ട് മുഅ്മിനെ, സ്വാലിഹായ ഒരു മനുഷ്യന്റെ മുമ്പിലും നമ്മുടെ തിന്മകളെ മറച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകളിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയുമോ? പടച്ചവന്റെ മലക്കുകൾ വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അല്ലാഹുവിന്റെ മാലാഖമാർ റഖീബ് അലൈഹിസ്സലാമും അതീദ് അലൈഹിസ്സലാമും അറിയാതെ ഒരു വാക്ക് പോലും ഉരുവിടാൻ മനുഷ്യന് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ആരെയാ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത്? ആരെയാ നമ്മൾ കളിപ്പിക്കുന്നത്? ആരെയാ നമ്മൾ കബളിപ്പിക്കുന്നത്? പാപങ്ങൾക്കൊരു ദുൽമത്തുണ്ട്, പാപങ്ങൾക്കൊരു ഇരുട്ടുണ്ട്. ആ ഇരുട്ട് മനുഷ്യന്റെ മുഖത്ത് പ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങളുടെ ഉസ്താദ് മഹാനായ അല്ലാമ വഖീ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഓർമ്മക്കുറവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, മോനെ, ഓർമ്മക്കുറവ് വരുന്നത് പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, തെറ്റുകൾ ചെയ്യാതിരിക്കണം മോനെ എന്ന് തിൽമീദായ മുതഅല്ലിമായ ഇമാം ഷാഫിഈ തങ്ങളോട് പറഞ്ഞ വചനം എത്ര പ്രശസ്തമാണ്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർകിൽ മആസി വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ശകൗതു ഇലാ വകീഇൻ, ഞാൻ എൻ്റെ ഗുരുനാഥൻ വകീ ഇബ്നുൽ ജറാഹ് തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. എന്ത്? സൂഅ ഹിഫ്ളി, ഓർമ്മക്കുറവുണ്ട്, ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല.
ഫഅർശദനി ഇലാ തർക്കിൽ മആസി, എന്നോട് പറഞ്ഞു, മോനെ ശാഫിഈ, നിങ്ങൾ കണ്ണ് സൂക്ഷിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ അനിവാര്യമായത് കണ്ണ് സൂക്ഷിക്കലാണ്. മൊബൈൽ ഫോണുകളുടെ ഡാറ്റ കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന അപകടങ്ങൾ, തിന്മകൾ, എല്ലാ നന്മകളും ചെയ്യുന്ന ആളുകൾക്ക് അനാവശ്യമായത് കാണാതെ ഒരു ദിവസം കഴിയാത്ത ആളുകൾ, അവർ നിസ്കാരമുള്ളവരാണ്, അവർ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, എന്നിട്ട് പോലും മോശമായത് വീഡിയോകൾ കണ്ണുകൊണ്ട് കാണാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അഡിക്ഷൻ വന്നുപോയ കാലം. ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ സ്ത്രീകളാണെന്നാണ് കണക്ക്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടമാണിത്! ഈ ഉമ്മത്തിന് വന്ന ദുരന്തം. സ്ക്രീനുകൾ കടിമകളായി സ്വന്തം ഭാര്യയെ പോലും നോക്കാതെ, മക്കളോട് പോലും ഒന്ന് സ്നേഹം കാണിക്കാൻ കഴിയാതെ, മനുഷ്യൻ ചിത്രങ്ങൾ കടിമയായി സ്വന്തം ശരീരത്തിന്റെ വൈകാരികതയെ ഉണർത്താൻ വേണ്ടി ഒരുതരം പൈശാചികത പേറി നടന്ന് പാപങ്ങളിൽ കുളിച്ചു കഴിയുന്ന ആളുകൾക്ക് അവരുടെ മനസ്സുകൾ എന്നും ഇടുങ്ങിയതാണ്. ആ മനസ്സിന് സമാധാനമുണ്ടാവില്ലെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ ആളുകളുടെ മുഖങ്ങളിൽ കറുപ്പ് നിറം വരും. അവരുടെ ഹൃദയങ്ങൾക്ക് റൈൻ എന്ന് പറയുന്ന കറ ബാധിക്കും. അത് മുഖങ്ങളിൽ കാണപ്പെടും. അത് സത്യവിശ്വാസികൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്ന് മുഅ്മിനീങ്ങളെ പേടിക്കണം, മറ്റൊന്ന് അള്ളാഹുവിന്റെ മലക്കുകളെ പേടിക്കണം. റസൂലുള്ളാഹി തങ്ങൾക്ക് നമ്മുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സ്വഹീഹായ ഹദീസല്ലേ. അതിനപ്പുറം അല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, എല്ലാം അറിയുന്നവനായ റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? ഇമാം ഷാഫിഈ തങ്ങളോട് മാലികി തങ്ങൾ പറഞ്ഞ വാക്കതാണ്, മോനെ, നിങ്ങളുടെ മുഖത്ത് ഞാൻ നല്ലൊരു തെളിവ് കാണുന്നുണ്ട്. ആ മുഖത്തിന്റെ പ്രഭ പാപങ്ങൾ ചെയ്തുകൊണ്ട് കരിച്ചു കളയല്ലേ എന്ന് ഇമാമുനാ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അലാ തഅരിഫുനി, ദിജ്ലയിലെ വള്ളങ്ങളിൽ വരുന്ന ചാക്കെടുത്ത് തോളിൽ വെച്ച് നടന്നു പോകുന്ന ആ മധ്യവയസ്കനോട് അലി ഇബ്നുൽ മഅ്മൂന്റെ ചോദ്യം, എന്നെ അറിയില്ലേ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്കറിയാം? ഞാൻ ഇബ്നുൽ ഖലീഫ, ഞാൻ ഇവിടുത്തെ ക്രൗൺ പ്രിൻസാണ്. ഓ, ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ജോലി? ഞാൻ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജോലി ചെയ്യാണ്. അപ്പോ അലി ഇബ്നുൽ മഅ്മൂനിന്റെ ചോദ്യം, നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രയാസമുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വേണ്ടേ? ചോദിച്ചു, എങ്ങനെ? നിങ്ങൾ എനിക്ക് എന്ത് ആശ്വാസം തരാനാ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മുഖവെളിച്ചം കണ്ടപ്പോ, നിങ്ങളുടെ മുഖത്തെ പ്രസന്നത കണ്ടപ്പോ എനിക്ക് നിങ്ങളെ എൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യ മാതാപിതാക്കളെയും എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നോളൂ. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം എൻ്റെ കൊട്ടാരത്തിൽ ഞാൻ തയ്യാറ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ജോലിക്കും ഇനി നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ ഭക്ഷണം ഞാൻ തരാം. ഇനി ചുമന്ന് നടന്ന് നിങ്ങൾ അധ്വാനിച്ച് വിഷമിക്കരുത്, നിങ്ങൾക്ക് വേണ്ടതെന്തോ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് വലിയൊരു ഓഫർ നൽകുന്നു അലി ഇബ്നുൽ മഅ്മൂൻ. നമ്മളാണെങ്കിൽ എന്താ പറയാ, ആയിക്കോട്ടെ, നമ്മൾ വലിയ ഓഫർ എന്നാ ഗൾഫിൽ ജോലി തരാന്ന കാര്യം പറയാ അല്ലേ? അതെങ്കിലത് തരക്കേടില്ല. അലി ഇബ്നുൽ മഅ്മൂൻ ഇത് ചോദിച്ചപ്പോ അലി ഇബ്നുൽ മഅ്മൂനിനോട് ആ സാധുവായ സാധാരണക്കാരനായ മധ്യവയസ്കനായ ഒരു പാവം മനുഷ്യന്റെ മറുപടി വന്നു, യബ്നൽ ഖലീഫ, ഖലീഫയുടെ മകനെ, ലാ ഹമ്മ അലാ മൻ ലം യുദ്നിബ്. യാ അല്ലാഹ്, ഇതൊരു വല്ലാത്ത വാക്കാണ്. ഈ നിധിയാണ് രാജകുമാരന് ടൈഗ്രീസിന്റെ തീരത്ത് നിന്ന് കിട്ടുന്ന നിധി. ഇത് ഖലീഫയുടെ മകൻ അറിയില്ലായിരുന്നു. യബ്നൽ ഖലീഫ, ഖലീഫയുടെ മകനെ, എന്റെ വിഷമവും എന്റെ സങ്കടവും കണ്ട് എനിക്ക് ആശ്വാസം തരാൻ കൊട്ടാരത്തിൽ താമസം തരാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഖലീഫ, ഖലീഫയുടെ മകനെ, നിങ്ങൾക്കറിയുമോ, ലാ ഹമ്മ അലാ മൻ ലം യുദ്നിബ്, പാപങ്ങൾ ചെയ്യാത്തവർക്ക് ടെൻഷൻ ഇല്ലല്ലോ.
വലാ ഗമ്മ അലാ മൻ ലം യഅസി, അല്ലാഹുവിനെ ധിക്കാരം ചെയ്യാത്തവർക്ക്, റബ്ബിനെ ധിക്കരിക്കാത്തവർക്ക് ഒരു സങ്കടവുമില്ലല്ലോ. വലാ ഹുസ്ന അലാ മൻ ലം യുസി, അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരാൾക്ക് വ്യസനമില്ല, ദുഃഖമില്ല, സങ്കടമില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? ഞാൻ സമാധാനത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാവിലെ രാവിലെയും വൈകുന്നേരവും പടച്ചതമ്പുരാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവര്, നേരം വെളുത്താൽ മയക്കുമരുന്നിന്റെ ഗുളിക കുടിക്കണം, അവനതിന്റെ സ്മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കള്ളു കുടിക്കണം. വൈകുന്നേരമാകുമ്പോൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ നടക്കാൻ അവൻ ഇത് വേണം. രാവിലെയും വൈകുന്നേരവും ഡ്രഗ് അടിച്ച് നടക്കുന്ന മനുഷ്യൻ അവന് രാവ് പകലന്തിയോളം അവന് ടെൻഷനാണ്, അവന് ബുദ്ധിമുട്ടാണ്, അവന് സങ്കടമാണ്. അവന്റെ സങ്കടം ഒരിക്കലും അവന് തീർക്കാൻ കഴിയുന്നില്ല. സങ്കടത്തിന്റെ നടുവിലാണവൻ. മയക്കുമരുന്ന് അടിക്കുമ്പോൾ അവൻ ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. നല്ല പട്ടാ പകലിലെ വെളിച്ചം കണ്ണ് മൂടിയിട്ട് പറയുന്നു എനിക്കിപ്പോ ഇരുട്ടാണ് എന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്ന് പറയുന്ന പോലെ സങ്കടത്തിന്റെ നടുക്കടലിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെ മദ്യപിച്ചാൽ, മയക്കുമരുന്നടിച്ചാൽ അവൻ എന്ത് സന്തോഷം. അവന്റെ അല്പനേരത്തെ മയക്കം തീരുന്നവരെയുള്ള തോന്നലല്ലേ അത്. വെളിച്ചത്തിൽ നട്ടുച്ച നേരത്ത് കണ്ണ് ചിമ്മി പിടിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇരുട്ടുപോലെ തോന്നുന്നു എന്ന് പറയുന്ന പോലെ അത് അവന് തോന്നലല്ലേ. കണ്ണു തുറന്നാൽ അവൻ വെളിച്ചത്തിലാണ് എന്ന പോലെ. രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനൊന്നും ഈ കൂലിപ്പണിക്കാരനായ എന്റെ ജീവിതത്തിലില്ല. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് ഓഫർ തരുന്നത്? എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഭയങ്കര കൗതുകായി. ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടാവോ? പൈസ വേണോന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ടോ? ദുന്യാവ് തരാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ടോ? ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. സുബ്ഹാനല്ലാഹ്. ഇത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമാണ്.